ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മഴക്കാലമൊക്കെ അല്ലേ, അപ്പം മഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. മഴ നനയാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ മുടിയുടെ കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് മഴക്കാലം എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. ഈ സമയത്താണ് ഡാൻഡ്രഫ് ഉള്ളവർക്ക് നമുക്ക് ഡാൻഡ്രഫ് കൂടുന്നത്, അതുപോലെ തന്നെ മുടി പൊഴിയുന്നതൊക്കെ ഈ സമയത്താണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അത് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ഒരു ഹെയർ പാക്കുമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ടിപ്സും കാര്യമൊക്കെ ആകുമ്പോൾ കുറച്ച് ലെങ്ത് ആയി പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഈ ടിപ്സും ഈ പാക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം. അതുപോലെ ടിപ്സിനകത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മുടി ചീകുന്ന കാര്യം തന്നെയാണ്. കോംബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും കുറച്ച് ഗ്യാപ്പുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതുപോലുള്ള കോമ്പ് വാങ്ങിച്ച് നമ്മൾ മുടി ചീകുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും. മറ്റ് അടുപ്പുള്ള പല്ലുകളാണെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ കുറെ കൂടെ എല്ലാവർക്കും നല്ലതായിരിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചിലർക്കെങ്കിലും അറിയത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ ചീകരുത്. നമ്മൾ നനഞ്ഞ മുടി നല്ല കുളിച്ചിട്ട് വന്ന് ഉടനെ ആ നനഞ്ഞ മുടി ചീകുകയാണെങ്കിൽ ആ ചീകുമ്പോൾ തന്നെ നമ്മുടെ മുടി എപ്പോഴും നനഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മഴക്കാലമല്ല അല്ലാത്തപ്പോഴായപ്പോഴും നമ്മുടെ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ആ സമയം നമ്മുടെ സ്കാൽപ്പായാലും എല്ലാം നമ്മൾ നല്ല രീതിയിലെല്ലാം നല്ല മോയ്സ്ചറൈസിങ് ആയി നല്ലൊരു നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഒന്ന് ഇതായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചീപ്പെടുത്ത് ചീകി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുടി പൊട്ടാനും മുടി ഊരി വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ നനഞ്ഞ ആ രീതിയിലേ മുടി ചീകരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുടി ചീകുമ്പോൾ എപ്പോഴും മുടിയുടെ അറ്റത്തു നിന്നും അല്ലാതെ ഇവിടുന്ന് ചീകി എടുക്കരുത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ കെട്ടി വെക്കരുത്. അത് ടൈറ്റായിട്ട് ഒരിക്കലും കെട്ടരുത്. ലൂസ് ഏതെങ്കിലും നമ്മുടെ സ്കാൽപ്പിലായാലും നമ്മുടെ മുടിയിലായാലും എയർ കയറുന്ന ആ ഒരു രീതിയിൽ മാത്രമേ എപ്പോഴും മുടി നമ്മൾ കെട്ടി വെക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓയിൽ മസാജാണ്. ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നല്ലൊരു ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആകാൻ നല്ലതാണ്. അതിലൂടെ നമുക്ക് ഹെയർ ഗ്രോത്ത് നമുക്ക് ഇമ്പ്രൂവ് ആകും. ഈ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ലതാണ് നമ്മൾക്ക് ഓയിൽ മസാജ്. പക്ഷേ ഓയിൽ മസാജ് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഓയിൽ മസാജ് ചെയ്യുമ്പം ഓയിൽ മസാജ് ഒരുപാട് നമ്മൾ തേച്ച് നമ്മുടെ മുടിയിലൊക്കെ ഒരുമാതിരി വല്ലാണ്ടിരിക്കും. നമുക്ക് അറിയാൻ പറ്റും ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു രീതിയിലായിരിക്കും. ഈ മഴ സീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യണം, മസാജും ചെയ്യണം. പക്ഷെ നമ്മുടെ മുടിയിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒരുപാട് അങ്ങ് അറിയാൻ പറ്റരുത്. അതുപോലത്തെ എന്ന് വെച്ചാൽ തിക്നെസ് ആ ഒരു ലെവൽ കുറഞ്ഞ, എനിക്ക് തോന്നുന്നു ഒലിവ് ഓയിലും ബദാം ഓയിലും ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ഈ മഴ സീസണിൽ നമ്മുടെ ഹെയറിൽ അത് മസാജ് ചെയ്യുന്ന കുറെ കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങൾ എടുക്കുന്ന അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ കുറേ നല്ലതാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. കോക്കനട്ട് ഓയിൽ ഒരുപാട് നല്ലതാണ്. പക്ഷേ കോക്കനട്ട് ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒരുപാട് എടുത്ത് മസാജ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ടൈമിൽ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിക്കണം. അത് ഞാൻ പറയുന്നത് ഡെയിലി നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന മൈൽഡ് ഷാമ്പു ആയാലും നമ്മൾ ഡെയിലി ഉപയോഗിക്കാനേ പാടില്ല. മൈൽഡാണ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെയിലി മൈൽഡ് ഷാമ്പു ഉപയോഗിക്കാനേ പാടില്ല. നമുക്കപ്പം നമുക്ക് എത്ര മൈൽഡാണെന്ന് പറഞ്ഞാലും ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഡാമേജ് സംഭവിക്കും.
അതുകൊണ്ട് ഡെയിലി ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഡെയിലി മൈൽഡ് ഷാമ്പു ആയാലും ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പം പക്ഷേ നമ്മുടെ ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കാൻ പാടില്ല. നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാം, നാച്ചുറലായിട്ടുള്ള താളി ഉപയോഗിക്കാം. ഇല്ല നിങ്ങൾക്ക് അവൈലബിൾ അല്ല, ഇതൊന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഡെയിലി മൈൽഡ് ഷാമ്പുവിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതാണ്. അതും ഞാൻ പറയുന്നത് നമുക്ക് ഹോം മെയ്ഡ് കണ്ടീഷണർ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഞാൻ കഴിഞ്ഞ ഒരു നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷണറിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഒരു പകുതി തന്നെ നമുക്ക് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വയ്ക്കരുത്. അത് ഒരു ലൂസായിട്ടുള്ള രീതിയിലെ മുടി സ്റ്റൈൽ ചെയ്യുമ്പം ഒരു ലൂസായിട്ടുള്ള രീതിയിലെ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ. നമ്മൾ നല്ല ടൈറ്റിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് പെട്ടെന്ന് നമുക്ക് മുടിക്കായ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുടി കെട്ടുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്തുള്ള ആഹാരമായാലും നമ്മൾ കുറച്ചും കൂടെ നമുക്ക് മുടിക്കൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുറച്ച് പ്രോട്ടീനും വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഫുഡും ഈ സമയത്ത് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ മുടി കെട്ടി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ ആയാലും നല്ലപോലെ ഒരു കാറ്റ് കിട്ടുന്ന രീതിയിൽ അത്ര തിക്കായിട്ട് കെട്ടി വെക്കാതിരിക്കുക. ഒന്ന് കാറ്റ് കിട്ടുന്ന രീതിയിലൊക്കെ ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഏത് സാധനമായാലും നമുക്ക് ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അതും ഈ നമ്മുടെ ഈ മഴ സീസണിലൊക്കെ നമുക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി നമ്മുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ മാറിക്കിട്ടുന്നതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് നമുക്കൊരു പാക്കും കൂടെ ഒന്ന് കാണാം. ഈ സമയത്ത് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ നല്ല മുടിക്ക് ഒരുപാട് നമുക്ക് ഈ മഴ സീസണിൽ പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എന്ന് പറയാം. അതുപോലത്തെ ഒരു പാക്കാണ്. നമുക്ക് ഇത് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ അടുക്കലും റിലേറ്റീവ്സിൻ്റെ അടുക്കലൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഈ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ്. ഞാനിത് ബോയിലൊന്നും ചെയ്തിട്ടില്ല. ഈ മിൽക്കിലോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് പറയാൻ ഒരു 2 സ്പൂൺ തേനാണ്. ഞാൻ ഒരു 2 സ്പൂൺ തേനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ആ പാലുമായിട്ടൊന്ന് ഇതാകുന്നത് പോലെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ എടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഇതുപോലൊരു ബോട്ടിലോട്ട് ഇത് മാറ്റുകയാണ്. ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരുടെയും കയ്യിലൊന്നും സ്പ്രേ ബോട്ടിൽ കാണത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ മിൽക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതുപോലത്തെ ഒരു ബോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്ലൈ ചെയ്യാൻ. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഞാനിപ്പം ഇത് 2 പാർട്ടായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മിൽക്കാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. മിൽക്ക് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ സ്കാൽപ്പിനും ഒക്കെ ഒരു നറിഷ്മെൻറ്റ് നൽകുകയും അങ്ങനെ ഹെയർ ഗ്രോത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ
ഇതിപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെയറിൽ ഞാൻ ഇതുപോലെ എടുത്ത് ഓരോ പാർട്ടായിട്ട് തിരിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഹെയർ ഒന്നിച്ച് ഇങ്ങനെ തേക്കുന്നതിനേക്കാളും ഇതുപോലെ എടുക്കുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഓരോ പാർട്ടിലും നമുക്ക് ഈ ഒരു പാക്ക് എത്തുന്നതാണ്. ഇതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ഹണി ആയാൽ തന്നെ ഹണി നമുക്ക് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. അത് ഈ മഴക്കാലത്ത് ഈ ഒരു പാക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതെൻ്റെ മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.